അപ്പോൾ ഇന്ന് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി പരീക്ഷിക്കാവുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. അതും നമ്മുടെ ചുണ്ടത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ നിൽക്കുന്ന രീതിയിൽ, അതായത് ചുണ്ടൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആവുന്ന രീതിയിൽ. അത് മാത്രമല്ലടാ, നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ചുണ്ടൊക്കെ ആണെങ്കിലുണ്ടല്ലോ, അതിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു ബ്ലോഗ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ബീട്രൂട്ട് ലിപ്സ്റ്റിക് ഉണ്ടാക്കാം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ട്. അങ്ങനെ ഒരു ബീട്രൂട്ട് ലിപ്സ്റ്റിക് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിലുണ്ടല്ലോ, അത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ലിപ്സിലൊക്കെ ഇടുകയാണെങ്കിൽ ഒരു പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി ബ്രാൻഡ്സ് അവൈലബിൾ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ. അപ്പോൾ നമ്മൾ അതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നതിനേക്കാൾ ഒത്തിരി വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇത്തരത്തിലുള്ള നാച്ചുറലായി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ലിപ്സ്റ്റിക്കുകൾ. അപ്പോൾ ഇതിൽ ഞാൻ ഒട്ടും കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കാണ്ട് തന്നെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തോലൊക്കെ നന്നായിട്ട് തന്നെ പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വാഷ് ചെയ്യുമെങ്കിൽ ചെയ്യാം, ചെയ്യാത്തവർക്ക് ചെയ്യാണ്ടും ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലുള്ള വാട്ടർ കണ്ടൻസ് നന്നായിട്ട് തന്നെ തുടച്ച് റിമൂവ് ആക്കി കളയുന്നുണ്ട് കേട്ടോ. ഒരു 3-4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, അന്നാണ് ഇത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത്. ഇപ്പം പലരും പറയുന്നുണ്ട് ബീട്രൂട്ട് ലിപ്സ്റ്റിക് പലരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ചുണ്ടത് കുറേ നേരം കിടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരു പരിധി വരെയൊക്കെ കറക്റ്റാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കും. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ കേട്ടോ. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കഴുകി ബീട്രൂട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കഴുകിയെടുത്തതാണ്. ലിപ്സിലിടാനുള്ളതാണല്ലോ, അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കഴുകിയെടുക്കണേ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ബീട്രൂട്ടിൽ എക്സ്ട്രാ വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടിൽ ഒരു വെള്ളമുണ്ട്, അതായത് ബീട്രൂട്ടിനൊരു നീരുണ്ടാവില്ല. ആ നീര് കിടന്നാണ് ഈ ബീട്രൂട്ട് നന്നായിട്ട് അരച്ചെടുക്കേണ്ടത്. എക്സ്ട്രാ വെള്ളം എങ്ങാനും ഇതിൽ ചേർന്ന് പോയിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്ന ടൈമിൽ ലിപ്സ്റ്റിക്കിന്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവേ. അതുകൊണ്ട് വെള്ളം ഒട്ടും ചേർക്കാണ്ട് തന്നെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഫസ്റ്റിലെ ഉള്ള കാര്യമാണ്. ഇവിടെ ഞാൻ ബീട്രൂട്ട് നന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ വലിപ്പത്തിൽ കട്ട് ചെയ്ത് മിക്സിയിൽ അടിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി എളുപ്പം. ഒരുപാട് വലിപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കും. ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് നമ്മൾ വെറുതെ സമയം കളയണ്ട. അപ്പോൾ ഈ രീതിയിൽ, അതായത് ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും എല്ലാവർക്കും എളുപ്പം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുകയാണ്. ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക, ഈ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ മിക്സി കഴുകി വെച്ചതുകൊണ്ട് തന്നെ അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ മിക്സിയിലും വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ മിക്സിയിലുള്ള വെള്ളം ഒന്ന് കംപ്ലീറ്റ്ലി ഞാൻ തുടച്ചൊക്കെ കളഞ്ഞിട്ടാണ് ഈ ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ബീട്രൂട്ട്, ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തത്. അപ്പോൾ അതൊരു 2 months ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. മാക്സിമം നമ്മൾ ഈ ഐറ്റം ഉണ്ടല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈ ലിപ്സ്റ്റിക്ക് ഒരു മാസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യരുത്. അത് ഫസ്റ്റിലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചിലരൊക്കെ കുറേ കാലത്തേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. മാക്സിമം ഒരു മാസം മാത്രമേ പോകാമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിലേക്ക് നോക്കരുത്. അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും, ഒരു വെള്ളം പോലത്തെ ഒരു ടെക്സ്ചറായി പോവും. ഞാനിതിപ്പോൾ കുറേ കാലമായിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് കേട്ടോ. ഇതിൽ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം മൂടി വെച്ച് അരച്ചെടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അത് അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ പീസ് പോലെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മൂടി എടുത്ത് വെച്ചിട്ട് പിന്നെ അരച്ചൊന്ന് നോക്കി. അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെയും തുറന്ന് നോക്കിയപ്പോൾ അത് പിന്നെയും ചെറിയ രീതിയിൽ തരുതരവെന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 4-5 തവണ മൂടി പൊക്കി നോക്കിയതിന് ശേഷം മാത്രമാണ് ഇത് അരച്ചൊന്ന് കിട്ടിയത്. ഇതിപ്പോൾ എൻ്റെ മിക്സിയുടെ കുഴപ്പമാണ് കേട്ടോ. അങ്ങനെ മിക്സിക്ക് ബ്ലേഡിന് ഇത്തിരി മൂർച്ചക്കുറവുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ മിക്സിയിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല മൂർച്ചയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാനൊക്കെ പറ്റും. കാര്യം ലിപ്സ്റ്റിക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കൊരു ലിപ് ബാമിൻ്റെ ഒരു യൂസേജ് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുന്നവരൊക്കെ ആണെങ്കിൽ ബ്ലഷ് ആയിട്ടും ഐ ഷാഡോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്ത് പോകാട്ടോ. അങ്ങനെ ഒരു 4-5 തവണ ഞാൻ ഇങ്ങനെ മൂടി പൊക്കി നോക്കി. അവസാനം എൻ്റെ ഈ ലാസ്റ്റത്തെ തവണ, 5-ാമത്തെ തവണ ഇത് പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ ഇരിക്കണം, എന്നാലാണ് നല്ല പ്രോപ്പർ ആയിട്ടുള്ള നീര് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 2-3 months ഒക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരു 3 week 4 week അത്രയും പോയാൽ മതി, മാക്സിമം അത്രയും പോയാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാമെന്നൊന്നും വിചാരിക്കും. ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, ഫസ്റ്റ് ടൈം ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒരു 3 months ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 months ഒക്കെ യൂസ് ചെയ്ത സമയത്ത്, അതായത് ഒരു 2-3 months ആ ടൈം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ടെക്സ്ചർ തന്നെ അങ്ങോട്ട് മാറിപ്പോയി. ഏതാണ്ട് ഈ റെഡ് വെള്ളം നമ്മൾ ചുണ്ടത്ത് തെച്ചാലുള്ള ആ ഒരു ഫീലായിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഞാനൊരു തുണിയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു തുണി എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അല്ലാണ്ട് നമ്മൾ അരിപ്പയിലൊക്കെ അരിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല, നന്നായിട്ട് നീരൊന്നും വരില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ പിഴുതെടുക്കാൻ നേരത്ത് ഇതുപോലെ ഒരു തുണി ഇട്ടിട്ട് അതിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾ 2-3 monthsലേക്കൊക്കെ ഉണ്ടാക്കാൻ നോക്കണമെങ്കിൽ നന്നായിട്ടൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തൊക്കെ വയ്ക്കും കേട്ടോ ടീമിൽ. അതായത് ചെറിയ ബോട്ടിലൊക്കെ ആയിരിക്കും ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റൊക്കെ ചെയ്ത് വെച്ച് നോക്കാം കേട്ടോ. ഞാൻ
ഞാൻ പിന്നെ ഫസ്റ്റ് ടൈമാണ് ഈ 2-3 മന്ത്സൊക്കെ യൂസ് ചെയ്ത് നോക്കിയുള്ളൂ. പിന്നെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 1 മന്താക്കിയേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒരു 3-4 വീക്ക് മാക്സിമം അത്രയൊക്കെ പോയിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ടാണ് ഇതുകൊണ്ടുള്ളത്. പിന്നെ നൈറ്റിലൊക്കെ ഞാനിതിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ വാഷ് ചെയ്ത് ഒക്കെ പോവുമല്ലോ. അങ്ങനെയൊക്കെ പോകും. അപ്പോൾ എനിക്കിത് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടുന്നത് മാത്രമല്ല, നമുക്ക് വീട്ടിൽ കൂടെ ആണെങ്കിലും നൈറ്റിൽ കിടക്കണ ടൈമിലൊക്കെ ആണെങ്കിലും നമുക്കിത് മിക്സിയിലിട്ടിട്ടുണ്ട് കിടക്കാം. ഒട്ടും കെമിക്കലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നേ. നമുക്ക് പ്രായഭേദമന്യേ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകും. അപ്പോൾ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മൾ ഒത്തിരി കെമിക്കലൊക്കെ അടങ്ങിയ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ലടാ, ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾ വീട്ടിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി വെക്കേണ്ടത് തന്നെയാണ് കേട്ടോ. രാത്രിയൊക്കെ നമ്മൾ കിടക്കുമ്പോണ്ടല്ലോ ഇത് ചുണ്ടത്തിട്ട് അങ്ങോട്ട് കിടക്കുക. ഇനി പലരും പറയുന്നുണ്ട് ഞങ്ങൾ ഇത് എത്ര ഉണ്ടാക്കിയിട്ടും കൊള്ളൂല, ഞങ്ങൾക്കത് പറ്റില്ല, പുറത്ത് പോകുമ്പോൾ ഇത് ഒട്ടും പെർഫെക്റ്റ് അല്ല ചുണ്ടിനെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ പോലും വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ട് രാത്രിയൊക്കെ ഒന്ന് ഇട്ട് കിടക്കുക. അത് ഒട്ടും കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചുണ്ടത്ത് എത്ര നേരം വേണമെങ്കിലും വയ്ക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം നമ്മൾ ഇങ്ങനെ ഇട്ട് കിടക്കുമ്പോണ്ടല്ലോ, കുറേ നാളുകൾ ഇങ്ങനെ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളർ എടുത്ത് വരാനായിട്ടൊക്കെ തുടങ്ങും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കെമിക്കൽ അടങ്ങിയ ലിപ്സ്റ്റിക്കൊക്കെ ഒഴിവാക്കുകയും ചെയ്യണം. അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാൻ വെച്ചിട്ട് ഈ പാനി ഉണ്ടല്ലോ, അതായത് ബീട്രൂട്ടിൻ്റെ നീര് അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം മിക്സ് ചെയ്ത് അവസാനം ഇത് ഇങ്ങനെ ഒരു ടെക്സ്ചറിലേക്ക് വരും. കൊമള പോലെ ഇങ്ങനെ വറ്റി വരും കേട്ടോ. നമ്മളിവിടെ നിന്ന് മാറരുത്. നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോയി. ഇതിങ്ങനെ കത്ത് പിടിച്ച് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോകും കേട്ടോ. എന്തൊക്കെയാലും അത് ഉണ്ടാക്കി നോക്കിയവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതേ അവസാനം അതിങ്ങനെ വറ്റി ഇത് ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുകയാണ്. ഇങ്ങനെ ചുവന്ന് ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. ഇവിടെയാണ് പലർക്കും മിസ്റ്റേക്ക് വരുന്നത്. ചിലവരുണ്ടല്ലോ വെളിച്ചെണ്ണ ചേർക്കാറുണ്ട്, അതുപോലെ ചിലർ നെയ്യും ചേർക്കാറുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് തുടങ്ങി നെയ്യ് തന്നെയാട്ടോ ചേർക്കുന്നത്. നെയ്യാകുമ്പോൾ നമ്മൾ ചുണ്ടത്തിടുമ്പോഴല്ലോ ഒരു നെയ്യിൻ്റെ ടേസ്റ്റും ഒരു വല്ലാത്തൊരു ടേസ്റ്റും ഒരു പ്രത്യേക മണമൊക്കെയാണ് കേട്ടോ. അത് ചെയ്ത് നോക്കാത്തവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ചിലവർ വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ നെയ്യും കൂടി ചേർക്കുക. അപ്പോൾ ഇവിടെയാണ് പലർക്കും മിസ്റ്റേക്ക് വരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നവർ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നവർ നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ കുറേ ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ടെക്സ്ചറിൽ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ കളറും ടെക്സ്ചറും എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചൂട് പാനാന്ന് പോലും ഓർക്കാട്ട് അതിൽ കൊണ്ടുവന്ന് കുത്തിയതാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ കൈ നന്നായിട്ട് എന്നെ പൊള്ളിയിട്ടുണ്ട്. എൻ്റെ പൊന്നു, അത് ആ പൊള്ളൽ ഭയങ്കര ഒരു പൊള്ളലായി പോയിട്ടോ. നിങ്ങൾക്ക് ഇതിനെ ഒഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇത് എൻ്റെ ബീട്രൂട്ട് ലിപ്സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അവസാനം ഞാൻ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ, ഒരു ചെറിയ രീതിയിൽ. അത് നമ്മളിങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ടെക്സ്ചറിൽ മാറ്റം വരും. ഇപ്പോൾ ഈ ഫസ്റ്റ് ടൈം ഒക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി പറയുന്നത് ഇത് ഉണ്ടാക്കിയിട്ട് കൊള്ളൂല, ചുണ്ടിലിട്ട ഒരു മെനയില്ല. അതായത് നമ്മൾ ചുണ്ടിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഭയങ്കര ഗ്ലോ ആയിട്ട് കാണിക്കും. അതായത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചുണ്ടത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഗ്ലോ അല്ലേ, അതുപോലെ ഇങ്ങനെ ഗ്ലോ എടുത്ത് കാണിക്കും. അതായത് ആ കളർ അതിൽ പിടിക്കില്ല. അതായത് നമ്മളിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് ചിലവരിങ്ങനെ ലിപ് ബാം പുരട്ടാറുണ്ട്. പൊതുവേ ലിപ് ബാം പുരട്ടുമ്പോൾ ഉണ്ടല്ലോ, ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോൾ ആ ലിപ്സ്റ്റിക്ക് പെട്ടെന്ന് എത്ര മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്കാണ് ഇട്ട് അടിക്കണമെങ്കിലും ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. അതുകൊണ്ട് പലരും ലിപ് ബാം ഇടാണ്ട് ചിലരൊക്കെ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടും. പക്ഷേ ചുണ്ടിന് ഏറ്റവും നല്ലത് ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ഏതാണ് ലിപ്സ്റ്റിക്ക് ഇട്ടുന്നതിന് മുമ്പ് ലിപ് ബാം ഇടില്ല, ആ ഒരു ഫീൽ ആയിരിക്കും കേട്ടോ. ചിലരൊക്കെ ഈ വീട്ടിൽ ഈ ഇതുപോലെ ബീട്രൂട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ചുണ്ടത്ത് പിടിക്കാണ്ട് ഏതാണ്ട് ഒട്ടും പെർഫെക്ഷൻ ഇല്ലാണ്ട്, അതായത് ഗ്ലോ എടുത്ത് കാണിക്കും, പിന്നെ കളർ പിടിക്കാണ്ട്, അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ലിപ്സ് ഒട്ടും പെർഫെക്ഷൻ ഇല്ലാത്തൊരവസ്ഥ. പൊതുവേ ഹോം മെയ്ഡ് ലിപ്സ്റ്റിക്കിനെ പറ്റി ഇതൊക്കെ കേട്ടോ കംപ്ലൈൻറ്റ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ മാക്സിമം നിങ്ങൾ വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്യണമെങ്കിൽ വെളിച്ചെണ്ണ കുറച്ചിടുക, അതുപോലെ നെയ്യ് യൂസ് ചെയ്യണമെങ്കിൽ നെയ്യ് കുറച്ചിടുക. അങ്ങനെ ഇട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പിന്നെ മാക്സിമം വെള്ളം അവോയ്ഡ് ചെയ്യുക കേട്ടോ. മാക്സിമം ഡ്രൈ ഔട്ട് ആക്കാവുന്ന രീതിയിൽ വെള്ളത്തെ ഡ്രൈ ഔട്ട് ആക്കി കളയുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഒരു പരിധി വരെ, അതായത് ഒരു 3-4 വീക്ക് വരെ നമുക്ക് അത്യാവശ്യം ഇത് ലിപ്സിലൊക്കെ ഇട്ടുകൊണ്ട് എടുക്കാനൊക്കെ പറ്റും. ഇപ്പം ഞാൻ ഈ പാത്രത്തിൽ നിന്ന് കോരി എടുത്തതാണ്. കുറച്ച് തണുത്തതിന് ശേഷമാണ് ഞാനിങ്ങനെ ഒരു ബോട്ടിലേക്ക് മാറ്റിയത്. ബോട്ടിൽ നന്നായിട്ട് കഴുകിയിട്ട് ആ വാട്ടറൊക്കെ നന്നായിട്ട് തുടച്ചിട്ടാണ് ഞാൻ അതിലേക്ക് സ്റ്റോർ ചെയ്തത്. ഇനി നേരെ ഫ്രീസറിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ ഫ്രീസറിൽ വെച്ചില്ലെങ്കിലും നമുക്ക് ഇത് നേരെ തന്നെ ചുണ്ടിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചുണ്ടിലിടാനുള്ള പരിമിതി കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് നിങ്ങൾ കാണിക്കാം. അപ്പോൾ ഞാൻ വെറും വാക്ക് പറയുന്നതല്ല,
കറക്റ്റായിട്ടുള്ള റിവ്യൂ ആണ് ഈ പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ലിപ്സ്റ്റിക് വീട്ടിലുണ്ടാക്കാം. പിന്നെ മെയിനായിട്ട് ഞാൻ എടുത്ത് പറയുന്നത് ഒരു 3-4 വീക്സ് മാത്രം ഫ്രീസറിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ നമ്മളിത് കളയാട്ടോ. ഇനിയിപ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ലോങ് ലാസ്റ്റ് ലിപ്സ്റ്റിക്കിൻ്റെ അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യൊന്നുമില്ല കേട്ടോ. അതിപ്പോൾ ഇത് യൂസ് ചെയ്തേക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി വരികയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഉറങ്ങുന്ന ടൈമിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വീട്ടിലൊക്കെ ഇപ്പോൾ ഉറങ്ങുന്ന ടൈമിൽ പോലും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലിപ്സ്റ്റിക് ഇല്ലാണ്ട് അവർ ഉറങ്ങില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും